ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അധികം പരിചരണമൊന്നും കൊടുക്കാതെ തന്നെ തുടക്കക്കാർക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ 5 ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലോട്ടേക്ക് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. ഒന്നാമതായിട്ട് തുടക്കക്കാർക്ക് പറ്റിയ ഏറ്റവും നല്ല ഇൻഡോർ പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ്. ഇൻഡയറക്റ്റ് സൺലൈറ്റ് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുന്ന സമയത്ത് അധിക ചെടികൾക്കും അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് വളർത്തുന്ന സമയത്ത് ഇൻഡയറക്റ്റ് സൺലൈറ്റ് നമ്മുടെ റൂമിലോ നമ്മൾ വെക്കുന്ന എവിടെയാണെങ്കിലും അവിടെ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ചെടി വളർത്തിയെടുക്കാൻ പറ്റും. ഒരു ഡാർക്ക് റൂമിൽ വെച്ചാലും ഈ ഒരു ചെടി നമുക്ക് വളർത്തിയെടുക്കാം. അതുപോലെ 1-2 മാസം നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും ഈ ഒരു ചെടി വളരെ നന്നായിട്ട് സർവൈവ് ചെയ്യും. ഈ ഒരു ചെടി വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അമിതമായിട്ട് ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കാരണം ഈ ചെടി അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കേടായി പോകും. മണ്ണിൻ്റെ ഈർപ്പം കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ വീട്ടിൽ വളർത്തുന്ന സമയത്ത് കോർണറിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് സ്പേസും ലാഭിക്കാൻ പറ്റും. ഞാൻ ഈ ഒരു ചെടി എൻ്റെ ഒരു കൊളീഗിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ നടുന്ന സമയത്ത് 1-2 ഇലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരുപാട് ഇലകളൊക്കെ വന്നിട്ട് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഏത് തരം പോട്ടിൽ നമുക്കിത് വെക്കാം, ചെറുതായാലും വലുതായാലും ഒന്നും കുഴപ്പമില്ല. വലിയ പോട്ടിലൊക്കെ വെച്ച് കോർണറിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വളരും. അടുത്ത രണ്ടാമത്തെ ചെടിയാണ് ഫിലാഡെൻഡ്രോൺ സ്റ്റിനോലോബം. വളരെ എളുപ്പത്തിൽ ഒട്ടും തന്നെ കെയറിങ് ആവശ്യമില്ലാതെ തന്നെ വളർത്തിയെടുക്കാവുന്ന നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണിത്. കുറച്ച് വെള്ളം ഒഴിച്ചാലും ഇനിയിപ്പോൾ നമ്മൾ അധികം വെള്ളം ഒഴിച്ച് പോയാലും ഇനിയിപ്പോൾ ഒട്ടും വെള്ളം ഒഴിച്ചില്ല എന്ന് തന്നെ ഉണ്ടെങ്കിലും ഒട്ടും തന്നെ ഈ ഒരു പ്ലാന്റിന് പ്രശ്നം വരില്ല. വളരെ നന്നായിട്ട് തന്നെ ഈ പ്ലാന്റ് വളർന്നോളും. സൺലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സ്നേക്ക് പ്ലാന്റിന് പറഞ്ഞ പോലെ തന്നെ അധികം സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു ചെടി കൂടിയാണ് ഈ ഒരു ഫിലാഡെൻഡ്രോൺ സ്റ്റിനോലോബം. നമ്മൾ കൊടുക്കുന്ന പോട്ട് ചെറുതായാലും വലുതായാലും ഈ ഒരു പ്ലാന്റ് വളരെ തിക്കായിട്ട് തന്നെ വളർന്നോളും. ഈ ഒരു പ്ലാന്റ് നടുന്ന സമയത്ത് ഒരു ഇല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നാണ് ഇത്രയും ഇലകൾ വന്നിട്ടുള്ളത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന മറ്റൊരു ചെടി കൂടിയാണ് ഫിലാഡെൻഡ്രോൺ സ്റ്റിനോലോബം. അടുത്ത മൂന്നാമത്തെ പ്ലാന്റ് ആണ് ലക്കി ബാംബു. ഡ്രാസീന സാൻഡറിയാന എന്നാണ് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് നെയിം. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ആരും അറിയില്ല. ലക്കി ബാംബു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ചെടിയാണ്. വെള്ളത്തിലും മണ്ണിലും ഒരുപോലെ വളരുന്ന ചെടിയാണ് ഈ ഒരു ലക്കി ബാംബു. ഇതിന് കൊടുക്കുന്ന കെയർ എന്ന് പറയുന്നത് ഒരത്യാവശ്യം സൺലൈറ്റും ഒരു 2 ആഴ്ച കൂടുമ്പം ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് ഈ ഒരു പ്ലാന്റ് വളരുന്നതായിരിക്കും. നന്ദി ഇരുട്ട് റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകളും തണ്ടുകളൊക്കെ മഞ്ഞ നിറം വന്നിട്ട് ഇത് അൺഹെൽത്തി ആയിട്ട് പോവും. അതുകൊണ്ട് കഴിയുന്നതും കുറച്ച് അത്യാവശ്യം സൺലൈറ്റുള്ള റൂമിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അടുത്ത നാലാമത്തെ ചെടിയാണ് നമുക്കെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റായ ഗോൾഡൻ പോത്തോസ് അല്ലെങ്കിൽ മണി പ്ലാന്റ്. മണി പ്ലാന്റിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഗോൾഡൻ പോത്തോസ്. മണ്ണിലും വെള്ളത്തിലും ഒരുപോലെ നന്നായിട്ട് വളരുന്ന ചെടിയാണ് ഈ ഒരു മണി പ്ലാന്റ്. ഇത് അത്യാവശ്യം ലൈറ്റുള്ളൊരു റൂമിൽ വെക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ വളരും. സൺലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സൺലൈറ്റിനെ ഫേസ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അത്യാവശ്യം വെളിച്ചമൊക്കെ ഉള്ളൊരു മുറിയിലോ അല്ലെങ്കിൽ എവിടെയായാലും ഓപ്പൺ സ്പേസ് ആയാലും വെക്കുന്ന സമയത്ത് ഒരു അത്യാവശ്യം വെളിച്ചം അതിലുണ്ടായിരിക്കണം. ഇരുളുള്ള മുറിയിലൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ നിറം വന്നിട്ട് കേടായി പോവും. ഏതൊരു സൈസിലുള്ള ചട്ടിയിലും ഈ ഒരു മണി പ്ലാന്റ് വളർന്നോളും. ക്രീപ്പേഴ്സായിട്ടും ഹാങ്ങിങ് ആയിട്ടും ഒക്കെ ഈ ഒരു പ്ലാന്റ് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാം. വെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ച മാക്സിമം കൂടുമ്പോഴെങ്കിലും ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ അത് ഹെൽത്തി ആയിട്ട് വളർന്നോളും.
അടുത്ത 5ാമത്തെ ഇൻഡോർ പ്ലാന്റ് ആണ് സിങ്കോണിയം. സിങ്കോണിയത്തിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. ഇത് വെള്ളത്തിലും മണ്ണിലും ഒരുപോലെ ലോ ലൈറ്റ് കണ്ടീഷനിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ്. ഒരു മീഡിയം സൺലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് ഈ ഒരു പ്ലാന്റ് വളർന്നോളും. നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ വെച്ചാൽ നന്നായിട്ട് വളർന്നോളും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.